നമസ്കാരം. ഇറാനിയൻ ഭരണകൂടവുമായി ബന്ധമുള്ള ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെയുള്ള ശക്തമായ തീരുമാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജർമ്മൻ ഭരണകൂടം എടുത്തിരുന്നു. അതിന്റെ ഭാഗമായി തീവ്രവാദ സംഘടനകളെ രാജ്യത്ത് നിരോധിച്ചു. ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള എല്ലാ ഗ്രൂപ്പുകളെയും തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച് ഒഴിപ്പിക്കുകയാണ് ഇപ്പോൾ രാജ്യത്ത്. ഇവരുടെ നെറ്റ്വർക്കുകൾ തകർക്കാനുള്ള ഓപ്പറേഷന്റെ ഭാഗമായി ജർമ്മനിയിലെ ഏറ്റവും പഴയ പള്ളികളിലൊന്നായ ബ്ലൂ മോസ്ക് എന്നറിയപ്പെടുന്ന ഇമാം അലി പള്ളിയിൽ ജർമ്മൻ പോലീസ് റെയ്ഡ് നടത്തുകയും അടച്ചുപൂട്ടുകയും ചെയ്തു. മസ്ജിദ് നടത്തുന്ന ഇസ്ലാമിക് സെന്റർ ഹാംബർഗ് എന്ന സംഘടനയെ തീവ്രവാദ ഗ്രൂപ്പായി മുദ്രകുത്തി നിരോധിക്കുന്നതിനായി ജർമ്മനിയുടെ ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ പ്രഖ്യാപിച്ചിരുന്നു. മസ്ജിദിന്റെ സാറ്റലൈറ്റ് ഗ്രൂപ്പുകളെ ലക്ഷ്യമിട്ട് ജർമ്മനിയിലുടനീളമുള്ള 50-ലധികം സ്ഥലത്ത് റെയ്ഡുകൾ നടക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ മതത്തിനെതിരല്ലെന്നും ഇസ്ലാമിക തീവ്രവാദികളെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും ജർമ്മനിയിൽ സമാധാനപരമായി തങ്ങളുടെ വിശ്വാസം ആചരിക്കുന്ന അനേകം മുസ്ലിങ്ങളിൽ നിന്ന് അവരെ വേർതിരിക്കുകയാണെന്നും ഫൈസർ പറഞ്ഞു. വർഷങ്ങളായി മസ്ജിദ് അടച്ചുപൂട്ടാനുള്ള ആഹ്വാനങ്ങൾ ഇറാൻ വിരുദ്ധ എംപിമാരിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ നിരന്തരമായി വന്നിരുന്നു. എന്നാൽ നിയമപരമായ കേസ് ഉണ്ടാകുന്നതുവരെ ജർമ്മനി കാത്തിരുന്നു. 2017 മുതലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ജർമ്മനിയിലെ ഇറാൻ അനുകൂല ഭരണ പ്രവർത്തനത്തിന്റെ കേന്ദ്രം ഹാംബർഗ് പള്ളിയാണെന്ന് തെളിഞ്ഞു. ഇതേ തുടർന്നാണ് ജർമ്മനിയിലെ പ്രധാന മസ്ജിദ് അടച്ചുപൂട്ടിയത്. വ്യാപകമായ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.